അപ്പോൾ ഇനി നമുക്ക് ഇവർക്കും കൂടെ ഇത്തിരി ഫുഡ് കൊടുക്കാം. ഹലോ, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കോയി ഫിഷിൻ്റെ ഫുഡിനെ കുറിച്ചാണ്. നമ്മൾ കോയി ഫിഷിനെ വളർത്തുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഫിഷ് നന്നായിട്ട് വളർന്ന് നല്ല സൈസ് ആവണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫിഷിന് കൊടുക്കുന്ന കുറച്ച് ഫുഡാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 മാസമായി കാണും ഫിഷിനെ വാങ്ങിയത്. അതായത് ഇപ്പോൾ 4 ഇഞ്ച് സൈസ് ഉള്ളപ്പോഴാണ് ഞാൻ ഫിഷിനെ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 to 6 ഇഞ്ച് സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കുള്ള അനുഭവങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻ്റായിട്ടൊന്ന് ഇടുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഗ്രോവലാണ് ഇവർക്ക് കൊടുക്കുന്നത്. 1 mm സൈസിൻ്റെ. ഇത് 1 കിലോയാണ്. 1 കിലോയ്ക്ക് 115 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഇതാണ് ഇവർക്ക് കൊടുക്കുന്നത്. അത്യാവശ്യം ഇവർ നല്ല ഇൻട്രസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ദിവസം 1 നേരം അല്ലെങ്കിൽ 2 നേരം, ചില ദിവസങ്ങളിൽ 2 നേരം കൊടുക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ 1 നേരം കൊടുക്കും. പിന്നെ വേറെ ഏതെങ്കിലും ഫുഡായിരിക്കും അവർക്ക് കൊടുക്കുക. ഇത് അടുത്തുള്ള അക്വേറിയം ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. അവിടുന്ന് 115 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ ഇന്ന് വാങ്ങിയിട്ട് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഫിഷിന് കൊടുക്കാം. ഇത് ഒരു നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൽ ഫംഗസ് അടിക്കും. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബൾക്കായിട്ട് ഫുഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് അടിച്ച് ചീത്തയാവാറുണ്ട്. ഇത് 1 kg അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 1 kg വാങ്ങിയത്. ഇത് നമുക്ക് എന്തായാലും ഫിഷിന് കൊടുത്തു നോക്കാം. ഞാൻ കവർ പൊട്ടിച്ച് കുറച്ച് എടുത്തിട്ടുണ്ട്, നമുക്കിത് ഇവർക്ക് കൊടുക്കാം. കണ്ടോ, അവർ ഒത്തിരി ഇൻട്രസ്റ്റോട് കൂടിയാണ് ഈ ഒരു ഫീഡ് എടുക്കുന്നത്. ഈ ഒരു ഫുഡ് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ, ഹാൻഡ് ഫീഡിങ് എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫിഷ് വാങ്ങി ഇന്ന് വരെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വരെയുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഞാൻ ആ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വെള്ളം ഒരു ചെറിയ പച്ച കളറാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. കുറച്ച് ഒരു ആൽഗെ വാട്ടർ ഫിഷിന് എപ്പോഴും നല്ലതാണ്, പക്ഷേ ഓവർ ആവരുത്. ഓവറായി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞിട്ട് ഫിഷ് ചത്തുപോകും. ഞാൻ ഇതിൽ ഓക്സിജനും കൊടുത്തിട്ടുണ്ട്, ഫിൽറ്ററും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് എടുത്തതിന് ശേഷം ഇവർ താഴെ പോയിട്ട് ഇനി പതുക്കെ മുകളിൽ വരുള്ളൂ. നമ്മൾ എപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ഈ മുകളിൽ പൊങ്ങി കിടക്കുന്ന ഫുഡുണ്ടല്ലോ, ആ ടൈപ്പ് ഫുഡായാലും ഏത് ഫുഡായാലും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് നിൽക്കണം. കാരണം അവർ കഴിച്ച് തീരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും നോക്കണം. കാരണം അവർ ഫുള്ള് ഫുഡ് കഴിച്ച് തീർന്നതിന് ശേഷം കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫിഷ് എത്രത്തോളം ഫുഡ് എടുക്കുമെന്നുള്ളൊരു കാര്യവും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഒരു സമയത്ത് തന്നെ, ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം ഈ ഫിഷ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. പിന്നെ ഓവർ ഫീഡിങ് ഒരിക്കലും ചെയ്യരുത്. മീൻ ചത്തുപോകാനായിട്ടുള്ളൊരു പ്രധാന കാരണമാണ് ഈ ഒരു ഓവർ ഫീഡിങ്. പിന്നെ കുറച്ച് നേരം നമ്മൾ അവരുടെ കൂടെ തന്നെ അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫിഷ് നല്ല ടേമാവും. ഞാൻ ഇവരെ കൊണ്ടുവന്ന അന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങിയത് ഗ്രോവലാണ്. പിന്നെയാണ് ഓരോരോ ഫുഡായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഫുഡ് തന്നെയല്ല ഞാൻ ദിവസവും കൊടുക്കുന്നത്, മാറ്റിയാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പുതിയൊരു ഫുഡ് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കാവുള്ളൂ. കാരണം ഇപ്പോൾ അവർക്കത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല. പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിഷ് ചത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം കൊടുക്കുക. ഇപ്പോൾ അവരത്രയും ഒരു ഇൻട്രസ്റ്റോട് കൂടിയാണ് അവരെല്ലാം വന്നത് കഴിക്കുന്നത്. നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ വലിയൊരു ഹാപ്പിനെസ്സാണ് നമുക്ക് ഇതിനെ നോക്കി നിൽക്കുമ്പോൾ. ഇവർക്ക് ഫീഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗപ്പീസിനെ ഇട്ടേക്കുവാണ് ഞാൻ ഈ ഒരു ടാങ്കിൽ. ഇതൊരു ആമ്പലാണ്. അപ്പോൾ ഈ ഇല എന്താണ് ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നായിരിക്കും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും.
ഇത് പുതിയ തൈ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഇലയുടെ ഇവിടെ ഒരു നോഡ് കണ്ടോ, ഈ നോഡിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇലകൾ നമ്മൾ മുറിച്ചിട്ട് ഈ വെള്ളത്തിൽ കമഴ്ത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് പുതിയ തൈകളുണ്ടാകും. അപ്പോൾ ഇതിലൊരു ഒച്ചിരിപ്പുണ്ട്. ഇതിനെ എത്ര വറക്കി കളഞ്ഞാലും ഇതിൽ നിന്ന് പോവില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവർക്കും കൂടെ ഇത്തിരി ഫുഡ് കൊടുക്കാം. ഇവർക്കും ഞാൻ കൊടുക്കുന്നത് ഗ്രോവലിൻ്റെ 0.3 mm ഫുഡാണ്. അപ്പോൾ ഇതാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇതിൽ മിക്സഡ് ഗപ്പിയാണ്, മിക്സഡും നാടനും എല്ലാം ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് ആമ്പലാണ് ഇതിൽ ഞാൻ മെയിനായിട്ടും വെച്ചിരിക്കുന്നത്. അപ്പോൾ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഫിഷിനെ ഇട്ടത്. 2 മെയിലും 3-4 ഫീമെയിലുമായിട്ട് ഇട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം കുറേ അധികം ഫിഷായിട്ടുണ്ട്. ഇതിൽ ദിവസവും പൂ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചുവട്ടിൽ നോക്കിയാൽ 2 ചെറിയ ബഡ് വന്ന് നിൽപ്പുണ്ട്. ഇനി അവർ ഫുഡ് കഴിക്കട്ടെ. ഇവർക്കത് മതിയായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൊടുക്കാം. രണ്ടാമതായിട്ട് ഞാൻ കൊടുക്കുന്നത് ഇതാണ്, ചെമ്മീനാണ്. ഉണക്കിയ ചെമ്മീനാണ്. ഇത് നമ്മുടെ വീട്ടിലെ തന്നെയാണ്, പുറത്തുനിന്ന് വാങ്ങുന്നതല്ല. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ഫാസ്റ്റായിട്ടാണ് ഈ ഒരു സാധനം അവർ കഴിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് ഞാൻ കൊടുത്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീൻ ഇവർക്ക് കൊടുത്ത് നോക്കാം. അതിൽ നിന്ന് എനിക്ക് കുറച്ച് എടുക്കട്ടെ. ഞാൻ ഇതിൻ്റെ തല ഇവർക്ക് കൊടുക്കാറില്ല. എന്തോ അവർ കഴിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ആ തല കിള്ളിയിട്ടാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്. എന്തോ അതിന് കൊമ്പുള്ളതുകൊണ്ട് ചെറിയൊരു പേടി, ഇനി മീൻ വായിൽ കൊണ്ടാലോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നും കൊള്ളില്ലെന്നറിയാമെങ്കിലും ഞാൻ തല കളഞ്ഞിട്ടാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ തല കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് കൊടുക്കാം. നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് വരുമ്പോഴേ ഇവർക്ക് അറിയാൻ പറ്റൂ ഇപ്പോൾ ഫീഡ് കൊടുക്കാനാണ് വരുന്നതെന്ന്. അപ്പോൾ ആ ചെമ്മീൻ ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാം. ചെമ്മീനിൽ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സൈസ് ആവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചെമ്മീനിൽ നിന്ന് ഫിഷിന് നന്നായിട്ട് കിട്ടും. ചെമ്മീൻ അതുമല്ല, ഈ ചെമ്മീൻ്റെ ഈ ഒരു സ്മെല്ല് ഓൾവേസ് ഫിഷിന് അതൊരു ഇഷ്ടമാണ്. ചെമ്മീൻ ലൈവാണെങ്കിലും ഈ ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നത് വലിയ ഫിഷിനൊക്കെ കൊടുക്കാറുണ്ടല്ലോ. ഈ അരാപ്പൈമ, അരോണ അതിനൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിയിട്ട് പോവാറുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ നമ്മുടെ ഫിഷിനും ഇത് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വരും, എഗ്സ് വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാറുള്ളത് ലൈവ് ഫുഡാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മണ്ണിരയാണ് കേട്ടോ. ഞാനിതിൽ കുറച്ച് പിടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ മണ്ണിര അതുകൂടി അവർക്ക് കൊടുക്കാം. ഞാൻ ഒരു ആഴ്ചയിലൊരു 3-4 തവണ മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. ഡെയിലി കൊടുക്കാറില്ല. 3-4 തവണ മാത്രമേ ഇതിനെ കൊടുക്കാറുള്ളൂ. പീസ് ആക്കിയിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത്.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ഇവർക്ക് കൊടുക്കാറുള്ളത്. വേറെ നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് വേവിച്ച ക്യാരറ്റ് കൊടുക്കാം. അതും ഫിഷ് നല്ല രീതിയിൽ കഴിക്കുന്നതാണ്. ഇത് ഇവിടെ നമ്മൾ അങ്ങനെ അതിന് മാത്രമായിട്ട് വേവിച്ച് കൊടുക്കാനായിട്ടുള്ള സമയമില്ല. അതുകൊണ്ട് അവിയലോ തോരനോ ഒക്കെ വെക്കുമ്പോൾ ഓയിലില്ലാത്തതാണ് പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഓയിലിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എഗ്ഗ് വൈറ്റ് കൊടുക്കാറുണ്ട്. പുഴുങ്ങിയ മുട്ടയുടെ വെള്ളക്കരു ഇവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ടും കൊടുക്കാറുള്ളത്. ഈ ചെമ്മീനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള ജസ്റ്റ് ഇൻഫർമേഷൻസ്, നിങ്ങൾക്കുള്ള അറിവുകൾ, അല്ലെങ്കിൽ ഇതിനെ വളർത്തുന്ന നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും കൂടെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിതൊക്കെയാണ് കൊടുക്കുന്നത്. ഇതുവരെ ഫിഷിനൊന്നും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.